തുടർന്ന് CPIM നേതാവ് മുൻ മന്ത്രിയുമായി ജി സുധാകരൻ പാർട്ടി വിട്ടേക്കും. CPIM അംഗത്വം പുതുക്കുന്നില്ലെന്നും അവഗണന സഹിച്ച് തുടരാനാകില്ല എന്നുമാണ് ജി സുധാകരൻ നിലപാട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിൽ അതൃപ്തി വ്യക്തമാക്കി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത്. നാളെ ആലപ്പുഴയിലെ വീട്ടിൽ ജി സുധാകരൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണത്തിലേക്കാണ് ആദ്യം. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സഖാവല്ല ജി സുധാകരൻ. നല്ല പക്വതയും കുറേ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഒന്നിച്ച് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒന്നിച്ച് വന്നവരാണ്. ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ നാടിനെ ശക്തിപ്പെടുത്തുന്ന ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നൊരു പാർട്ടിയാണ് CPIM. ഏത് പാർട്ടിയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ, നാടിൻ്റെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ എല്ലാം വന്നെത്തുന്നത് ഒറ്റ പാർട്ടിയുടെ മുമ്പാകെയാണ്. ഒറ്റയ്ക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത്. ഞാനത് കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു കേട്ട അഭിപ്രായം പറയാൻ പറ്റുമോ? അല്ലെ, ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളൂ. വിവരം തിരക്കട്ടെ എന്താണെന്നത് എനിക്കറിയില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. അങ്ങനെ പുതുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല. അത് നിങ്ങളല്ലേ എനിക്ക് അയച്ചതാണ്. എനിക്ക് നിങ്ങളൊന്ന് അയച്ചതാ. ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് അയച്ചതാ. കഴിഞ്ഞ മാസം 28-നായിരുന്നു ജി സുധാകരനെ പ്രകോപിപ്പിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ജി സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു MV ഗോവിന്ദൻ ആ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിലേക്ക് ഒരു പരിഗണനയില്ല. സുധാകരൻ അനുനയിപ്പിക്കാൻ CPIM ജില്ലാ നേതൃത്വം നീക്കം ആരംഭിച്ചു. അശ്വിൻ ബാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന അശ്വിന്, നേരത്തെ ഇതുപോലെ പിണറായി സർക്കാരിനെതിരെയൊക്കെ വിമർശനം ഉന്നയിച്ച് ജി സുധാകരൻ രംഗത്ത് വന്നിരുന്നു. അന്നൊക്കെ പറയുന്നതിനും അപ്പുറത്തേക്ക് അല്പം കടന്ന കയ്യിൽ കാര്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, അവഗണന നേരിട്ട് ഇനി തുടരാനാകില്ല, അതായത് പുകഞ്ഞ് പുറത്തേക്ക് എന്ന സൂചന നൽകുന്ന വരികളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ ജി സുധാകരന്റെ പ്രതികരണം? അതോടൊപ്പം തന്നെ MV ഗോവിന്ദന്റെ ഇന്നലത്തെ പരിഹാസ രൂപേണയുള്ള പ്രതികരണം അങ്ങേയറ്റം ചൊടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുഹേൽ, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഏറെ നാളുകളായി പാർട്ടിയുടെ ജില്ലാ നേതൃത്വവുമായും ജില്ലാ നേതൃത്വത്തിലെ ചിലരുടെ നിലപാടുകളുമൊക്കെ ജി സുധാകരൻ പരസ്യപ്പോരിലായിരുന്നു. അതിനിടെ വലിയൊരു കാരണം കൂടി പാർട്ടിയുമായി അകലാൻ ജി സുധാകരന് ഈ MV ഗോവിന്ദന്റെ പരസ്യ പ്രസ്താവനയിലൂടെ ഉണ്ടായിരിക്കുകയാണ്. ഈ സീറ്റ് ചർച്ചകൾക്കിടെ അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു പരിഗണനയുടെ ആവശ്യമില്ലല്ലോ എന്നുള്ള പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. അത് അദ്ദേഹത്തെ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്ന് വലിയൊരു പൊട്ടിത്തെറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയിരിക്കുന്നത്. 6.5 പതിറ്റാണ്ടായി പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച, പാർട്ടിക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, CPIM നേതാവ് ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ നിലപാട് എത്തിക്കണമെങ്കിൽ പാർട്ടിയിൽ നേരിട്ട അവഗണനകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു ആ പോസ്റ്റ്. എന്തായാലും നേരത്തെ ജില്ലാ നേതൃത്വത്തിനെതിരെ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെങ്കിൽ ഇന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും പരസ്യ പ്രസ്താവന എന്നുള്ള നിലയിലേക്ക് വളർന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി പാർട്ടി പരിപാടികളിൽ പോലും വിളിക്കുന്നില്ല. വീടിനടുത്ത് നടന്ന പരിപാടികളിൽ പോലും ക്ഷണമുണ്ടായിരുന്നില്ല. അന്നൊക്കെ തന്നെ തഴഞ്ഞത് ജില്ലാ സെക്രട്ടറി R നാസറാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിന്റെ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്താണ് അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ഇനി എന്തായാലും പാർട്ടിയുമായി മുന്നോട്ട് അദ്ദേഹം എങ്ങനെ സഹകരിക്കും എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ ജില്ലാ നേതൃത്വം അദ്ദേഹത്തെ സമീപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ കോൾ എടുത്ത് സംസാരിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പ്രതികരണം നമ്മൾ തേടിയെങ്കിലും ആലോചിച്ച ശേഷം മാത്രം പ്രതികരണം എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിഷയമാണ്, വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് തന്നെ അതിൽ ആലോചിച്ച ശേഷം കരുതലോടുകൂടി മറുപടി പറയാനാണ് CPIMന്റെ നിലവിലത്തെ തീരുമാനം. ജില്ലാ സെക്രട്ടറി ആ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ജി സുധാകരനുമായി സംസാരിച്ച ശേഷം മാത്രമായിരിക്കും പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. നിലവിൽ മറ്റ് നേതാക്കൾ പറയുന്നത് ജി സുധാകരൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്റിലും അതിനു മുന്നേ നടത്തിയ പ്രതികരണങ്ങളിലുമൊക്കെ പാർട്ടിയിൽ നേരിട്ട അവഗണനകളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടിച്ചേർത്ത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, ലെവി അടയ്ക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് കൂടുതൽ അകലുന്നത് പാർട്ടി വിടാനുള്ള സൂചനയാണ് എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇനിയുള്ള അനുനയ ശ്രമങ്ങൾ ഫലം കാണുമോ എന്നാണ് അറിയേണ്ടത്. നാളെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പോലും അദ്ദേഹത്തെ അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്.
അശ്വിൻ, ഈ വീടിനെ തൊട്ടടുത്ത് നടന്ന പാർട്ടി പ്രാദേശിക സമ്മേളനത്തിൽ പോലും വിളിക്കാതെ തന്നെ അപമാനിച്ചു, അവഗണിച്ചു. അതേപോലെ തന്നെ ഈ അടുത്ത അടിയന്തരാവസ്ഥ വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്നടക്കമുള്ള കടുത്ത അതൃപ്തികൾ നേരത്തെയും ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായി ഉയർത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അനുനയ ചർച്ചയ്ക്ക് വിധേയപ്പെടുന്ന അല്ലെങ്കിൽ അനുനയ ചർച്ചയുമായി താതാത്മ്യം പ്രാപിച്ച് തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ജി സുധാകരനിൽ കണ്ടത്. പക്ഷേ ഇത്തവണ ഈ കഴിഞ്ഞ ദിവസത്തെ എം.വി. ഗോവിന്ദന്റെ വാർത്താസമ്മേളനം എടുത്ത് പരിശോധിച്ചാൽ പലർക്കും സീറ്റുണ്ടോ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിലാണ് ജി സുധാകരന്റെ കാര്യം ചോദിക്കുന്നത്. ഇല്ല എന്ന് പറഞ്ഞ് അല്പം കഴിഞ്ഞ് കുറച്ചു നേരം ചിരിച്ചതിന് ശേഷം ദൃശ്യങ്ങളടക്കം പരിഹാസമെന്ന് നമുക്ക് പോലും ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഒരു ചിരി ഉണ്ടായിരിക്കുന്നത്. ആ ചിരി കളിയാക്കി ചിരിയാണ്, പരിഹാസമാണെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ അതൊന്നും ചോദ്യം ചെയ്യാനോ തിരുത്താൻ ആരും തയ്യാറായില്ല. അതായത് തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വരുന്നില്ല എന്ന വിഷമം കൂടി ജി സുധാകരന്റെ പോസ്റ്റിൽ കാണുന്നു. അതുകൊണ്ട് ഈ ലെവി അടക്കില്ല, ഇനി അങ്ങോട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന് പറയുമ്പോൾ അത് കടുത്ത കഴിയുന്നതിലപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം കൂടിയാണോ, തന്നിൽ ഇടപെടാൻ ആരെങ്കിലും വരുമെന്ന വിശ്വാസത്തിലുള്ള ഒരു സമ്മർദ്ദതന്ത്രമായി കൂടി അതിനെ കണക്കാക്കാനാകുമോ? നിലവിൽ ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് പുതുക്കാനും സ്ക്രൂട്ടിനിക്കുമുള്ള സമയം ഈ മാസം 10-ാം തീയതി വരെ ഉണ്ട്. അതിനുള്ളിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം. പക്ഷേ അതിന് മുന്നേ തന്നെ കടുത്ത എതിർപ്പ് പരസ്യമാക്കിക്കൊണ്ടാണ് ഇനി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജി സുധാകരൻ പോയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി മറ്റ് കാരണങ്ങൾക്കൊപ്പം അദ്ദേഹം നിർത്തുന്നത് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം തന്നെയാണ്. അന്ന് അദ്ദേഹം നടത്തിയ പരാമർശം ശരിയല്ലാത്ത പരാമർശം എന്നുള്ള വാക്കുകൊണ്ടാണ് അദ്ദേഹം അതിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് കടുത്ത അതൃപ്തിക്ക് വഴിവെച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയെ തിരുത്താനാരും തയ്യാറായി തന്നെ കളിയാക്കി ചിരിച്ചു. ഒപ്പം ആ ചോദ്യം കേട്ട്, ആ മറുപടി കേട്ട് മാധ്യമപ്രവർത്തകരും കളിയാക്കി. അവിടെയൊന്നും ആരും തിരുത്താനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. എന്തായാലും ഈ അനുനയ ശ്രമങ്ങൾക്ക് അദ്ദേഹം വഴങ്ങുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അത്തരത്തിലൊരു വാതിൽ അദ്ദേഹം തുറന്നിട്ടിരുന്നുവെങ്കിൽ ഈ ഒരു പരസ്യ പ്രസ്താവനയിലേക്ക്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്കൊന്നും പോകേണ്ട സാഹചര്യം ഒരുങ്ങിയിരുന്നില്ല. എന്തായാലും നിലവിൽ അത്തരത്തിലൊരു കാര്യം പൊട്ടിത്തെറിച്ച് അദ്ദേഹം പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ജില്ലാ നേതൃത്വം അടക്കം ആരിടപെട്ടാലും ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുമോ എന്നതൊക്കെ സംശയം ജനിപ്പിക്കുന്നതാണ്. ജി സുധാകരന്റെ തുടർന്നുള്ള നിലപാട് അത് ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. ഒപ്പം പാർട്ടി നേതൃത്വം ഇതിൽ എങ്ങനെ നിലപാട് സ്വീകരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലത്ത് ഇത്തരത്തിലൊരു പരാമർശം മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ സൂചന നൽകുന്ന പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാർട്ടിയെയും തലവേദനയിലാക്കിയിട്ടുണ്ട്. എന്തായാലും അതിൽ കരുതലോടുകൂടിയുള്ള പ്രതികരണമാണ് നിലവിൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. 43 വർഷത്തെ സംസ്ഥാന നേതൃത്വത്തിന് ശേഷം ബ്രാഞ്ചിലേക്ക് എത്തിയപ്പോൾ തന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോലും ആരും എത്തിയില്ലെന്ന പരിഭവം അടക്കം പറയുമ്പോഴും കടുത്ത നടപടികളിലേക്ക്, അല്ലെങ്കിൽ കടുത്ത നീക്കത്തിലേക്ക് എന്ന സൂചന നൽകുന്ന പോസ്റ്റ് കൂടിയാണ് ജി സുധാകരൻ FBയിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അനുനയ ചർച്ചയും സമാനമായി തന്നെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് നടത്താനും പാർട്ടി ആഗ്രഹിക്കുന്ന ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. അശ്വിൻ ബാലാഴിയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.